ഹായ്. മനസ്സ് വിഷമിച്ചിരിക്കുമ്പോൾ ട്രിപ്പ് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്നോട് ചിലർ ചോദിക്കാറുണ്ട്, എൻ്റെ മൈൻഡ് കുറച്ച് ഡൗൺ ആണ്, കുറച്ച് ഡെസ്പാണ്, ട്രിപ്പ് പോയാലെന്ന് ആലോചിക്കുകയാണ്, സാറിൻ്റെ അഭിപ്രായം എന്താ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ട്രിപ്പ് പോകുന്നതിനെപ്പറ്റി രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ചിലത് നല്ലതാണെന്ന് പറയുന്നവരുണ്ട്, അങ്ങനെ ട്രിപ്പല്ല പോകേണ്ടത്, മറ്റു ചില കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് പറയാറുണ്ട്. ചിലപ്പോൾ കൗൺസിലിങ്ങിന് പോകുമ്പം കൗൺസിലർ പറയാം തെറപ്പിയാണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ മരുന്നാണ് എടുക്കേണ്ടത്, ട്രിപ്പ് പോകലല്ല വേണ്ടതെന്ന് പറയാറുണ്ട്. അപ്പോൾ ട്രിപ്പ് ശരിക്കും ഉപകാരമാണോ, നല്ലതാണോ? ഇതിനെപ്പറ്റി ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ നല്ല വശങ്ങളും ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമുണ്ട്. ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് ശ്രദ്ധിച്ചിരിക്കണേ. ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയുന്നത്, നമ്മുടെ മനസ്സ് വിഷമിച്ചിരിക്കുമ്പോൾ ട്രിപ്പ് നല്ലതാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ട്രിപ്പ് നല്ലതാണ്. കാരണം എന്താണ്? 3-4 കാരണങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, നമുക്ക് പുതിയ പുതിയ സ്ഥലങ്ങളാണ് ട്രിപ്പിൽ കാണുന്നത് അല്ലേ. നമുക്ക് വളരെ നേച്ചർ ഫ്രണ്ട്ലി ആയ ഇപ്പം മലമുകളിലേക്ക് പോകുന്നവരുണ്ട്. ഞാൻ പൊതുവേ എൻ്റെ മൈൻഡ് ഒന്ന് കുറച്ച് ഡൗൺ ആയാൽ, എനിക്ക് കുറച്ചും കൂടെ ഒന്ന് പോസിറ്റീവ് ആണെന്ന് തോന്നിയാൽ കൂടുതലും ഞാൻ ചൂസ് ചെയ്യുക മലമുകളിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും നല്ല മൗണ്ടെയിൻ പോലെയുള്ള സ്ഥലങ്ങളുണ്ടാവും, ഹിൽ ഏരിയ ഉണ്ടാവും, അവിടെ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒന്ന് പോസിറ്റീവായിട്ടായിരിക്കും തിരിച്ചു വരും. ചിലപ്പോൾ ഒരു 4-5 ദിവസമൊക്കെ ഞാൻ അവിടെ സ്പെൻഡ് ചെയ്യും, മൊബൈലൊക്കെ ഓഫാക്കി. എനിക്കത് വളരെ ഒരു എനർജി തരും, കുറേ കാര്യങ്ങളെപ്പറ്റി എനിക്ക് അനലൈസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഈ ട്രിപ്പ് നമുക്ക് തരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ മൈൻഡ് പോസിറ്റീവായി ഡിസ്ട്രാക്റ്റ് ആവും. എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഏതെങ്കിലും കാര്യത്തിൽ മനസ്സ് വിഷമിച്ചിരിക്കുമ്പം നമ്മുടെ ചിന്തകളൊക്കെ വിഷമത്തിലേക്കായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ട്രിപ്പ് നമുക്ക് നമ്മുടെ മൈൻഡ് പോസിറ്റീവായ കാര്യത്തിലേക്ക്, വേറൊരു കാര്യത്തിലേക്ക് നമ്മുടെ മൈൻഡ് ഒന്ന് ഡിസ്ട്രാക്റ്റഡ് ആക്കും, നമ്മളൊന്ന് ശ്രദ്ധ മാറും. അപ്പോൾ നമുക്ക് ആ വിഷമം നമ്മൾ കുറയും. ചിലപ്പോൾ നമുക്കിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യം ഉണ്ടാവില്ല. മൈൻഡ് ഒന്ന് ഡിസ്ട്രാക്റ്റഡ് ആയതിനു ശേഷം ഒന്നുകൂടെ ചിന്തിക്കുമ്പോൾ നമുക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുമായിരിക്കും. നമ്മുടെ മനസ്സ് നല്ല കാമാവും, റിലാക്സ്ഡ് ആവും ഈ പോസിറ്റീവായ ഡിസ്ട്രാക്ഷൻ വഴി. അത് വളരെ നല്ലൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, നമുക്ക് ട്രിപ്പിൽ ധാരാളം സമയം കിട്ടും. നമുക്ക് വേണ്ടി ചിലവഴിക്കാൻ കുറേ സമയം കിട്ടും. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, മൊബൈലും എല്ലാം മാറ്റിവെച്ച് ആരോടും അധികം വേറെ ആരുടെയും കമ്മ്യൂണിക്കേഷനൊന്നുമില്ല, ഒറ്റയ്ക്ക് വളരെ നേച്ചർ ഫ്രണ്ട്ലി ആയ സ്ഥലത്ത് കുറേ സമയം നമുക്ക് ഇരിക്കാൻ പറ്റുവാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാൻ പറ്റും. നമ്മുടെ ഇമോഷൻസിനെ പറ്റി നമുക്ക് ആലോചിക്കാൻ പറ്റും, നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളെപ്പറ്റി ആലോചിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നല്ല പരിഹാരങ്ങളെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. ചിലപ്പോൾ നമ്മൾ ഒരു വർഷമായിട്ട് നേരിടുന്ന ഒരു പ്രശ്നമായിരിക്കും, 1 മണിക്കൂർ അതിനു വേണ്ടി നല്ല രീതിയിൽ ചെലവഴിച്ചാൽ ആ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ അതിനുള്ള ഒരു സാഹചര്യവും സമയവും അതിനുള്ള ഏകാന്തതയും ഒരു സ്പേസ് നമുക്ക് വേണ്ടേ. ഈ സ്പേസ് നമുക്ക് ട്രിപ്പ് തരും. അതാണ് എൻ്റെ വേറൊരു പോസിറ്റീവായൊരു കാര്യം. പ്രത്യേകിച്ച് റിലേഷൻഷിപ്പിലുള്ള ഇഷ്യൂ നേരിടുന്ന ഒരാളാണെങ്കിൽ, നിങ്ങളുടെ പാർട്ണർ കൂടെ നിങ്ങൾക്ക് ട്രിപ്പ് പോകാൻ പറ്റുവാണെങ്കിൽ, ആ ഒരു ട്രിപ്പിൽ നിങ്ങൾക്ക് കുറേ സമയം നിങ്ങൾക്ക് പേഴ്സണലായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മറ്റാരുടെയും ഇൻ്റർഫിയറൻസ് ഇല്ലാതെ, വേറെ ഒന്നിൻ്റെയും ഇൻ്റർഫിയറൻസ് ഇല്ലാതെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി പറ്റും. ഇത് നല്ല ഒരു ഹെൽപ്ഫുള്ളായ കാര്യമായിരിക്കും. നിങ്ങൾ നേരിടുന്ന പ്രശ്നം നിങ്ങൾക്ക് ആ ട്രിപ്പിൽ വളരെ ഓപ്പണായി അസർട്ടീവായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ, നിങ്ങളുടെ പാർട്ണറെ നിങ്ങൾക്ക് ലിസൺ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ പാർട്ണറോട് പറയാൻ പറ്റിക്കഴിഞ്ഞാൽ എന്തൊക്കെ പോസിറ്റീവായ ഇമ്പാക്റ്റാണ് ഉണ്ടാകുന്നത്. അത് വളരെ നല്ല കാര്യമല്ല. ഇങ്ങനെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യും ട്രിപ്പ്. അതാണ് അടുത്തൊരു കാര്യം. മൂന്നാമത്തെ കാര്യം, നമുക്ക് നമ്മുടെ ബ്രെയിനിൽ കുറേ പോസിറ്റീവായ ചില കെമിക്കൽ ചേഞ്ചസ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, പോസിറ്റീവായ പുതിയ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ പോസിറ്റീവായ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന ചില ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവും എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ നമ്മളിൽ ചില ഹാപ്പി ഹോർമോൺസൊക്കെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടും, നമ്മളെ മൈൻഡ് കുറച്ചും കൂടെ പോസിറ്റീവാകും. ഇതാണ് അടുത്ത മൂന്നാമത്തെ ഒരു കാര്യം. അപ്പോൾ നമുക്ക് ഈ ട്രിപ്പ് നമുക്ക് നാലാമത് തരുന്ന വേറൊരു കാര്യമുണ്ട് കേട്ടോ, അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഏറ്റവും നല്ല ഡോക്ടർമാരിൽ, നമുക്കറിയാം പല ഡോക്ടർമാരുണ്ട് നമ്മുടെ ജീവിതത്തിൽ കണ്ടുണ്ടാവും. അതിൽ ഒരു നല്ലൊരു ഡോക്ടറും കൂടെ ഉണ്ട്. ആ ഡോക്ടറാണ് നേച്ചർ, പ്രകൃതിയാണ് ഒരു നല്ലൊരു ഡോക്ടർ. നമ്മുടെ കുറേ വിഷമങ്ങൾക്ക്, മനസ്സിൻ്റെ കുറേ പ്രയാസങ്ങൾക്ക് സൊല്യൂഷൻ തരാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മളെ കാമാക്കാൻ പറ്റുന്ന, ഹാപ്പിയാക്കാൻ പറ്റുന്ന ഒരു നല്ല ഡോക്ടറാണ് പ്രകൃതി. പക്ഷേ അതിനുവേണ്ടി നമ്മൾ നിന്നു കൊടുക്കണ്ടേ. നമ്മൾ മുറിയിൽ മൊബൈലും കുത്തി ഇരുന്നിട്ടുണ്ടെങ്കിൽ കാര്യമില്ലല്ലോ. നമ്മുടെ പ്രകൃതിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്ത് സുന്ദരമാണ് നമ്മുടെ പ്രകൃതി. ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും എന്ത് മനോഹരമാണ് അല്ലേ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മുടെ രാജ്യത്തു നിന്നൊക്കെ പുറത്തു പോയി, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പുറത്തു പോയി നല്ല സ്ഥലങ്ങളൊക്കെ കാണുമ്പം, നമുക്ക് പ്രകൃതിയെ നമ്മൾ ആസ്വദിക്കുമ്പം പ്രകൃതി നമ്മളെ കുറേ കാര്യങ്ങൾ നമ്മൾ ഹീൽ ചെയ്യിക്കും. ഓക്കെ, അത് പ്രകൃതി നല്ലൊരു ഡോക്ടറാണ്. ഓക്കെ, അത് നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അപ്പോൾ അതാണ് പ്രകൃതി എന്ന ഡോക്ടറിന് നമ്മളെ ചികിത്സിക്കാനായിട്ട് നമ്മൾ അവസരം കൊടുക്കുന്ന പരിപാടിയാണ് ട്രിപ്പുകൾ. പക്ഷേ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് കേട്ടോ.
നമ്മുടെ മൈൻഡ് ഡെസ്പായിരിക്കുമ്പം അല്ലെങ്കിൽ ഹോപ്പ്ലെസ് ആയിരിക്കുമ്പോഴായിരിക്കുമല്ലോ നമ്മൾ ട്രിപ്പ് പോകുന്നത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, ചിലപ്പോൾ നമ്മൾ റിസ്ക്കി ആയിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യും. റിസ്ക്കി ആയിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ റിസ്ക്കി ആയിരിക്കും ചില സബ്സ്റ്റൻസുകൾ, കഞ്ചാവൊക്കെ ചിലപ്പം സുലഭമായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ മൈൻഡ് ഏതായാലും ഡെസ്പാണ്, ഹോപ്പ്ലെസ് ആണ്, ആ സമയത്ത് കഞ്ചാവ് ഒരു ചേഞ്ച് ആവട്ടെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ റിസ്ക്കി ആയി ചില കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. അത് വലിയൊരു പ്രശ്നമാണ്. നമ്മൾ പോസിറ്റീവായ ചേഞ്ച് ആവാൻ വേണ്ടി പോയിട്ട് ഫുൾ നെഗറ്റീവ് അടിച്ച് തിരിച്ചു വരും, അത് കൂടുതൽ പ്രശ്നമാവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ കിളി പോയി നടന്നിട്ട് കാര്യമില്ലല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മൈൻഡ് പോസിറ്റീവ് ആവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതെങ്കിൽ റിസ്ക്കി ആയിരിക്കുന്ന ബിഹേവിയർ നമ്മളിന്ന് ഒഴിവാക്കണം. അതിനുള്ള സാധ്യതകളുണ്ട്, ടെംപ്റ്റേഷൻ ഉണ്ടാവും. അതാണ് ഒന്നാമത്തെ കാര്യം. ചിലപ്പോൾ നമ്മൾക്ക് എന്താണ് ഈ ഇമ്പൾസീവായ ചില റിലേഷൻഷിപ്പിലേക്ക് ചാടാനുള്ള ടെൻഡൻസി വരും. ചില പുതിയ ആൾക്കാരെ നമ്മൾ അവിടെ കണ്ടെത്തിയേക്കാം. അവർ ചിലപ്പോൾ നമ്മളെ അതിനു വേണ്ടി നിർബന്ധിക്കുക, അവരും ചില അവസ്ഥകളിലേക്ക് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മൈൻഡ് നെഗറ്റീവായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഇമ്പൾസീവായ റിലേഷൻഷിപ്പിലേക്ക് അല്ലെങ്കിൽ സേഫ് അല്ലാത്ത ചില സെക്ഷുവൽ റിലേഷൻഷിപ്പിലേക്കൊക്കെ ചാടാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ അഡ്വഞ്ചറസ് ആയ ചില കാര്യങ്ങൾ ചെയ്യാൻ, റിസ്ക്കി ആയിരിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ മൈൻഡ് ഡെസ്പായിരിക്കുമ്പോൾ ഇങ്ങനെ ട്രിപ്പിൽ പോകുമ്പോൾ. അപ്പോൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കണം. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. രണ്ടാമത് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് ഒരു കാരണവശാലും മരുന്നിനോ തെറാപ്പിക്കോ പകരമല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ക്ലിനിക്കൽ ഇഷ്യൂ നമ്മുടെ മനസ്സ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഡിപ്രഷൻ ആവാം, നമുക്ക് അമിതമായ സൂയിസൈഡാലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് വല്ലാതെ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തരത്തിൽ നമ്മൾ മൈൻഡ് എലവേറ്റഡ് ആണ്, ഓവറായ ഒരു പ്രത്യേകത നമ്മുടെ മനസ്സ് നേരിടുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഏതെങ്കിലും ചിന്തകൾ നമ്മുടെ കൺട്രോളിൽ നമ്മുടെ ചിന്തകൾ കിട്ടുന്നില്ല, മറ്റുള്ളവർ നമ്മളെ ഫോളോ ചെയ്യുന്നതൊക്കെ തോന്നുന്നു, നമ്മൾ വല്ലാതെ ടെൻഷനാണ്, നമ്മുടെ മനസ്സ് നമ്മുടെ കയ്യിലല്ല എന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് വേണ്ടത് തെറപ്പിയാണ്, അല്ലെങ്കിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റാണ്. അതിന് പകരമല്ല ഇത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ജലദോഷം വരുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യും? നമ്മൾ ആവി കൊള്ളും, ചൂടുവെള്ളം കുടിക്കും, അതൊക്കെ നല്ലതാണ് ജലദോഷത്തിന്. നമ്മൾ പുറത്തേക്ക് അധികം ഇറങ്ങില്ല, നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കും. പക്ഷേ ഡെങ്കു വരുമ്പം ജലദോഷത്തിൽ ചെയ്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യില്ലല്ലോ, ഇല്ല. കാരണം അത് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും, നമ്മൾ ഡോക്ടറോട് ചോദിക്കും എന്താ ചെയ്യേണ്ടതെന്ന്, ഡെങ്കുവിനെ ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കും. അല്ലെങ്കിൽ അത് ലൈഫ് ത്രെട്ടണിങ് ആണല്ലേ, അതുപോലെയാണ് നമ്മളിതിനെ കാണേണ്ടത്. ഓക്കെ, അതുകൊണ്ട് മനസ്സിന് നമുക്ക് വളരെ നമ്മുടെ ജീവിതത്തെയും ജോലിയെയും ഒക്കെ ബാധിക്കുന്ന തരത്തിൽ നമ്മുടെ മനസ്സിന് ഏതെങ്കിലും ഗൗരവമായ കാര്യങ്ങൾ ബാധിക്കുന്നുണ്ടെന്ന് തോന്നിയാൽ ട്രിപ്പല്ല അതിന് പരിഹാരം. അതിന് നമ്മൾ തെറപ്പി എടുക്കണം, അല്ലെങ്കിൽ ഡോക്ടറെ കാണണം, മരുന്ന് കഴിക്കണം, അതൊക്കെ വേറെ കാര്യമാണ്. അതിൻ്റെ കൂടെ ഇതൊക്കെ ചിലപ്പോൾ ആവാം, ഈ ട്രിപ്പൊക്കെ നമ്മൾ സഹായിക്കും. പക്ഷേ ട്രിപ്പ് അതിന് പരിഹാരമല്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവൾ വളരെ ട്രിപ്പിലും ഇങ്ങനെ യാത്രകളൊക്കെ വളരെ ഹാപ്പി ആയിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ വളരെയധികം എൻഗേജ് ആകുന്ന ഒരാളാണ്. എന്നോട് കഴിഞ്ഞ ദിവസം അവർ പറഞ്ഞൊരു കാര്യം, അവരുടെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളും ഏകാന്തതകളും ബുദ്ധിമുട്ടുകളും ഒരു കോൺഫിഡൻസ് കുറവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ അതിന് പരിഹാരമായിട്ട് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ യാത്രകൾ പോകലാണ്. അപ്പോൾ യാത്ര പോയി കുറേ യാത്രകൾ ചെയ്തു, സോളോ ട്രിപ്പ് ചെയ്യും, ട്രക്കിങ് ചെയ്യും. അവസാനം ഇപ്പോൾ അവൾ വളരെ കോൺഫിഡൻ്റ് ആണ്, കറേജസ് ആണ്, നല്ലൊരു ഓൺട്രപ്രനറാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായ ചേഞ്ചസ്, ട്രിപ്പുകൾ വഴി അവരുടെ ജീവിതത്തിലുണ്ടായ ചേഞ്ചസ് ഞാൻ അറിയാനിടയായി. എൻ്റെ ജീവിതത്തിലും എനിക്ക് വ്യക്തിപരമായി ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ മൈൻഡ് കുറച്ച് ഡൗൺ ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ ചൂസ് ചെയ്യുന്ന കാര്യവും യാത്രകളൊക്കെയാണ്, പ്രകൃതിയാണ് ഞാൻ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന കാര്യം കേട്ടോ. ഒരു വർഷം ചുരുങ്ങിയത് 2 ആഴ്ചയെങ്കിലും പ്രകൃതിയുടെ കൂടെ ചിലവഴിക്കാൻ വേണ്ടി ഒന്ന് നോക്കിക്കേ, എന്ത് രസമായിരിക്കും എന്നറിയോ. ലോങ് യാത്ര പറ്റില്ലെങ്കിൽ സാരമില്ല, നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു പാർക്കിൽ പോകുന്നതിനെ പറ്റി ആലോചിച്ച് ദിവസവും ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നിങ്ങളുടെ അടുത്തുള്ള പാർക്കിൽ പോയി ഇരിക്കുന്നതിനെ പറ്റി ആലോചിച്ച് നോക്കിയേ. അല്ലെങ്കിൽ ഒരാഴ്ച, ഒരു ഹാഫ് ഡേ, ഒരു 6 മണിക്കൂർ സമയം നിങ്ങളുടെ അടുത്തുള്ള പാർക്കിൽ ചിലവഴിച്ചാൽ എങ്ങനെയുണ്ടാവും? ഒരു ബീച്ചിൽ പോയാൽ എങ്ങനെയുണ്ടാവും? ബീച്ചിൽ കടൽ നോക്കി കുറേ സമയം ഇരിക്കുന്നത് നമ്മളെ വളരെ എനർജറ്റിക് ആക്കും. അതുപോലെ തന്നെ മലമുകളിലൊക്കെ വളരെ നല്ലതാണ്, നല്ല നേച്ചർ ഫ്രണ്ട്ലി ആയ സ്ഥലം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പ്രകൃതിക്ക് നമ്മളെ ഹീൽ ചെയ്യിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കാനുള്ള നല്ലൊരു അവസരമാണ്. നമ്മൾ ഒരുപാട് നല്ല ചേഞ്ചസ് നമ്മുടെ മനസ്സിലുണ്ടാവും. അതുകൊണ്ട് ട്രിപ്പ് നല്ലൊരു കാര്യമാണ് കേട്ടോ. പോസിറ്റീവായിട്ട് നമുക്കതിനെ കാണണം, നല്ലൊരു അവസരമായിരിക്കും. അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം വളരെ കെയർഫുള്ളായി ശ്രദ്ധിക്കുകയും ചെയ്യണം. ഓക്കെ, ബൈ.